ഗൈസ് നിങ്ങൾ തന്നെ പറ, ഇതിൽ ഏതാണ് വലിയ തേങ്ങ? ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്നലെ രാത്രി തൊട്ട് കട്ട മഴയായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോൾ കുറച്ച് തോന്നി നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം എന്താണെന്ന് അറിഞ്ഞൂടാ, മഴ പെയ്യുമല്ലോ അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും തോട്ടി പോയി ഒന്ന് നോക്കിയാലേ. വെള്ളമൊക്കെ നിറഞ്ഞ് സെറ്റായി കിടപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ രാത്രി പെയ്ത മഴയിൽ ഒലിച്ച് പോയി കാണുക എല്ലാം കൂടെ. വലിയ മഴയൊന്നും ഇല്ലായിരുന്നു, ഏകദേശം ഒരു മീഡിയം റേഞ്ച് മഴയായിരുന്നു ഇന്നലെ രാത്രി. രാവിലെ എണീച്ചപ്പോൾ തൊട്ട് തന്നെ ലൈറ്റിംഗ് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങാന്ന് വെച്ചാൽ. കാരണം എന്ന് പറഞ്ഞാൽ മൊബൈലിൽ എടുക്കണോണ്ട് അതിന്റെ വെട്ടവും കുറവ്, പിന്നെ ക്ലാരിറ്റി കുറവും വരും. നമുക്ക് തോടി പോയി നോക്കാം. ഞാൻ ഇതുവരെ പോയി നോക്കില്ല, പോയിട്ട് കമോ. ഇവിടെ വെള്ളമൊന്നുമില്ല, നോർമലുള്ള വെള്ളം പോലെയാണ്. ഡെയിലി ഉള്ള നോർമൽ തോട്ടിലുള്ള വെള്ളത്തിനെക്കാട്ടി കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു നല്ല ഹെവി ആയിട്ട് വെള്ളം കാണുമെന്നാണ് വിചാരിച്ചത്. നോർമലായിട്ട് ഒരു ഡേയിൽ എത്രയാണുള്ള അതിനെക്കാട്ടി കുറച്ചുകൂടെ ഉണ്ട്. ഗായ്സ്, അപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഷോർട്സ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ടൈം ലൈന്. ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി ഗൈസ്. ഇത് എക്സ്പോർട്ട് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഷോട്ടാണ് ഗൈസ്. ഞാൻ രാവിലെ തന്നെ ഷൂട്ട് ചെയ്തൊന്ന് സെറ്റാക്കി എടുത്താ സംഭവങ്ങൾ. മഴ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലായിരുന്നെങ്കിൽ പണി കിട്ടിയാണ്. ഷോർട്സ് ഷൂട്ട് ചെയ്ത കോസ്റ്റ്യൂമാണ് ഗൈസ്. 2 കട്ട കിട്ടും. ഞാൻ വാർപ്പിച്ചു പോലുമില്ല, ഷൂട്ട് ചെയ്ത് നേരെ വന്നിട്ട് എഡിറ്റ് ചെയ്ത്. അത്ര സമയമാണ്. ഇപ്പൊ ചൂട് കൊടുക്കുന്നു. നമുക്ക് ഫുഡ് കഴിക്കുമ്പോ ഓക്കെ. ഇവിടെ പൊരിച്ച മീന്, കറി വെച്ച മീന്, തോരൻ, പാവയ്ക്ക, പിന്നെ ഈ കുപ്പിയിൽ എന്തോ സാധനം കഴിക്കണം. തുറന്നു നോക്കാം. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. ഒരു കിട്ടില മണി കിട്ടി ഗൈസ്. തേങ്ങ പൊതിക്കണം. ഇതാ ഒരു 2-3 തേങ്ങ തായി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പൊതിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്ന തേങ്ങ പൊതിക്കണം. കുറേ നാളായി തേങ്ങ പൊതിച്ചിട്ട്. ഈ ഒരു ഇതളോട് ഇളവിയ കംപ്ലീറ്റ് തേങ്ങ പൊതിച്ചിട്ട്. ചവരി പൊതിച്ച് എടുക്കണേന്ന് ഭയങ്കര പാട്. അങ്ങനെ ഒരെണ്ണം പൊതിച്ച് ഗൈസ്. ഇനി നെക്സ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരെണ്ണം പൊതിച്ചത് നല്ല തേങ്ങ കേട്ടാ, ഇത്രയും വലുത്. അതുകൊണ്ട് അടുത്തതാ ഒന്നുകൂടെ കിടപ്പുണ്ട് ഗൈസ്. ഇത് നമുക്ക് പൊതിക്കണം. അതുകൂടെ പൊതിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ തേങ്ങ ഒതുവ് പണി കഴിയും. അതുകൂടെ പൊതിക്കാം. എവിടെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ പഠിക്കാൻ വന്നിരിക്കുകയാണ്. എവിടെ ഓ, ഉണ്ണിക്കുട്ടന് നാണാവണം. ഉണ്ണിക്കുട്ടൻ വീട്ടിൽ പഠിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ തേങ്ങ പൊതിക്കാൻ പോവാണ്. ഇത് കണ്ട, ഇത് ഞാൻ പൊതിച്ചാണ്. എവിടെ എടുത്ത് വയ്ക്കണം അല്ലേ? അപ്പൊ ഇതുകൂടെ ഞാൻ പൊതിക്കാൻ പോവാണ്. തന്നെയാടാ. ബെറ്റ് അടിക്കണം. നോക്കാം നമുക്ക്. പൈസ ഞാൻ തരണം. നമുക്കല്ല ഒന്ന് ബെറ്റ് വയ്ക്കാം. ആര് ജയിക്കോ നോക്കാം. പൊതിക്കട്ടാ. നീ പറയണ വലിയ തേങ്ങ എന്നാ? എങ്കിൽ ഞാൻ പറയണ ചെറിയ തേങ്ങ. അമരേന്ദ്ര ബാഹുബലി. നമ്മൾ കമ്പയർ ചെയ്യാം. നീ ഉദ്ദേശിച്ച അതിനെക്കാട്ടി വലിയ തേങ്ങ ആയിരിക്കുന്നല്ലേ? ഇനി മാറ്റി പറയുന്നു. വലിയ തേങ്ങ. ഓ, അതാണ് വലിയ തേങ്ങ. അതിന്റെ എത്ര വരണം കണ്ടാ? ഇതിലേത് വലിയ തേങ്ങ? ഗൈസ്, നിങ്ങൾ തന്നെ പറ, ഇതിൽ ഏതാണ് വലിയ തേങ്ങ? ഇതാ. ഉണ്ണിക്കുട്ടൻ തോറ്റടേ. എടാ, ഈ 2 തേങ്ങയിൽ ഏത് തേങ്ങയാണോ വലുത്? പുലിക്ക് നോക്കിയാടാ വലിപ്പം കണ്ടുപിടിക്കുന്ന. ഇവൻ കിടില് വേണല്ലേ. അപ്പോഴും ഉണ്ണിക്കുട്ടൻ തോറ്റിരിക്കുകയാണ്. എത്ര കിലോ വരും ഇത്? 20 കിലോ വരും. 1 കിലോ വരും. അടുപ്പിൽ വയ്ക്കും 1 കിലോ. എന്തിനാടാ? അപ്പോൾ അത്രയായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഔട്ടർ എടുക്കുന്ന നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇതേപോലെ സിമ്പിൾ വ്ളോഗ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഗൈസ്. ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എഡിറ്റ് ചെയ്ത് തീരുന്നതിനനുസരിച്ച് ഞാൻ ഓരോ ഡേ എങ്ങനെയാണ് കണക്കാക്കി വരുന്നത് അതിനനുസരിച്ച് ഷോർട്സും ലോങ് ആയിട്ടുള്ള നമ്മുടെ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വീഡിയോസ് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ വരുന്ന വ്ളോഗ് നമുക്ക് അടിച്ച് പൊളിച്ച് കിട്ടുന്ന വ്ളോഗുകൾ എടുക്കാം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.